Sean, good afternoon. Good morning, Miss. Good afternoon, Miss. Good morning അല്ല good afternoon. ഉറങ്ങി എഴുന്നേറ്റതാ? മഴയാ. മഴയാണല്ലേ? ഇവിടെയുണ്ട് മഴയുണ്ട്. കാലാവസ്ഥ അവിടെ മഴയുണ്ടോ മിസ്സേ? മഴയുണ്ട്. ഇപ്പൊ മഴ വന്നല്ലോ. ഇപ്പൊ വന്നതാ. അതെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? നേരത്തെ കട്ടായിപ്പോ അല്ലേ? ഷോണ് ലാസ്റ്റ് കണ്ടില്ല. ഷോണിന്റെ വീട് എവിടെയാ? രാജഗിരി. രാജഗിരി ഭാഗത്തുള്ളവർക്കാണ് കംപ്ലൈന്റ് അല്ലേ? നെറ്റിന്റെ കംപ്ലൈന്റ് വരുന്നേ? എപ്പോഴും ഇല്ല, ഇത് നെറ്റ് ഫുള്ളോടെ കട്ടാവുന്നയാ. അതെയാ, ഓക്കെ. റേഞ്ചേ ഇല്ല. യെസ്. അൻമരിയ വരുന്നുണ്ട്. ബാക്കിയുള്ളവർ ഉറങ്ങിപ്പോയോ? അൻമരിയ, മിസ് പറഞ്ഞ കേൾക്കാമോ? യെസ് മിസ്. ഓക്കെ. അൻമരിയ, മഴയുണ്ടോ മോളെ? യെസ് മിസ്. ഓക്കെ. നേരത്തെ കട്ടായി പോയി തോന്നുന്നു അല്ലേ ക്ലാസ്സിന്ന്? യെസ് മിസ്. ഓക്കെ. 6th ലെസൺ ഇല്ലേ കവിത, പ്യാര പ്യാര കിത്തന പ്യാര, അത് ഞാൻ അവസാനം എന്നിട്ട് ഫെയ്ത്തിനെ കൊണ്ട് കുറച്ച് വായിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട കവിതയാണ്, ബൈഹാർട്ട് പഠിക്കാനുണ്ട്. കാരണം ആ ലെസണിൽ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് 5ാമത്തെ പ്രവൃത്തി ഇതാണ്, ചോദ്യം ഇതാണ്, ഈസ് കവിതാക്കോ യാദ് കർക്കെ കക്ഷാമേ സുനായി എന്ന് പറഞ്ഞാല് ഈ കവിത ബൈഹാർട്ട് പഠിച്ചിട്ട് ക്ലാസ്സിൽ കേൾപ്പിക്കണം എന്നാണ്. എന്റെ അമ്മോ, ഷോണിന് പകുതി ബോധം പോയി അല്ലേ? ഷോണ് ബോധം പോയാ? ബൈഹാർട്ട് പഠിക്കണം എന്ന് പറയുമ്പോ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളിയിട്ടിരിക്കുന്നേ. കുറച്ചായിട്ട് പഠിക്കേ കേട്ടോ. കൊറേ പണിയുണ്ട്. കുറച്ചായിട്ട് ഒരു മൂന്ന് വരി വെച്ചിട്ട് ഒരു ദിവസം 3 വരി വെച്ചിട്ട് പഠിക്കേ കേട്ടോ. 5 ദിവസം കൊണ്ട് പഠിക്കാം. ഒരു ദിവസം 3 വരി. സിമ്പിളായി അല്ലേ? മിസ്സിന് പറയാം, നമുക്കല്ലേ പണിയല്ലേ. അത് ബൈഹാർട്ട് പഠിക്കാനും പറയുന്നുണ്ട്. ആൻമരിയ കേൾക്കാമോ? ആൻമരിയ സ്റ്റക്കായോ? ഷോണിന് മിസ് പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ലേ? നന്നായിട്ട് കേൾക്കാം മിസ്സേ. ഓക്കെ. അത് മോനൊന്ന് പ്യാര പ്യാര കിത്തന പ്യാര അതല്ലേ ലെസൺ ഒന്ന് വായിച്ച് ഉറക്കെ ഒന്ന് വായിച്ചേ. അത് ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ വേർഡ്സുകളും കൃത്യമായി കിട്ടുന്നുണ്ടോ നോക്കട്ടെ. Part 6. प्यारा प्यारा कितना प्यारा, चंदा चंदा चमचम प्यारा, चंदा तेरे उजाले से चमका दर अंगनारा तारा तारा टिम टिम तारा,
जोसे जैसे जैसे नीली सांडी साड़ी साड़ी पर साड़ी पर टंगा हो സൽമാൻ ന്യാര. ദിയ കേൾക്കാം മോളെ? സൽമാൻ ദിയ കേൾക്കാമോ? കേൾക്കാം മിസ്. ഓക്കെ കേൾക്കാം മിസ്. ഓക്കെ ഓക്കെ. ബാക്കി വായിച്ചു ഷോൺ. सलमान न्यारा बदला बदला काला काला आसमान की छाती पर तोल तोल रहा मधुबाला बिजुरी बिजुरी धन के पर्दे में कांबे नाचे कोई किशोरी जो चांदी की पायल बांधे प्यारा प्यारा कितना प्यारा प्यारा बदला बरका अंबर प्यारा चंदा तारा प्यारा प्यारा पर्वत नदी समंदर तार तलैया नाले पोगर प्यारा से जो प्यारा ये जग सारा प्यारा ये जग सारा. ഓക്കെ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു അല്ലേ? വായിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. മിസ് ഒന്ന് വായിക്കാൻ ഒന്ന് നോക്കി നിങ്ങള്. ബൈഹാർട്ട് പഠിക്കേണ്ടതാണ് ആ കവിത. മിസ് വായിക്കുന്നുണ്ട്, ഒന്ന് നോക്കണേ. എന്നിട്ട് ഞാൻ എല്ലാവരും വായിപ്പിക്കാം, ബാക്കിയുള്ളവരെയും കൂടി. പ്യാരാ പ്യാരാ കിത്തന പ്യാരാ ഓ ഹൗ ഡിയർ. കാണുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. ചന്ദ ചന്ദ ചം ചം പ്യാരാ चंदा तेरे उजाले से चमका घर अंगनारा. तारा तारा टिम टिम तारा जैसे नीली साड़ी पर टंगा हो सलमान न्यारा. भद्रा भद्रा काला काला आसमान की छाती पर डोल रहा मतवाला. बिजुरी घन के पर्दे में कांबे नाचे कोई किशोरी जो चांदी की पायल बांधे. प्यारा प्यारा कितना प्यारा प्यारा बद्रा बरखा अंबर प्यारा चंदा तारा. प्यारा प्यारा पर्वत नदी समंदर ताल तलैया नाले पोखर प्यारा ये जग सारा. ക്ലിയർ ആയോ? ആൻമരിക്ക് വായിക്കാൻ പറ്റുമോ മോളെ? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഫെയ്ത്ത് റെഡിയാണോ? ഫെയ്ത്ത് നേരത്തെ വായിച്ചത് കുറച്ചല്ലേ വായിച്ചുള്ളൂ അല്ലേ? ഫെയ്ത്ത് ഫെയ്ത്ത് വായിക്കാൻ റെഡിയാണോ? അൻമരിയ മിസ് പറഞ്ഞ കേൾക്കാമോ? ദിയ ആർ യു റെഡി? യെസ് മിസ്. ഒന്ന് ആ കവിത ഒന്ന് വായിച്ചെന്നേ. चंदा चंदा चंदम प्यारा चंदा तेरे तारे से चंदा घर अंगनारा. तारा टिम टिम तारा जैसे नीली साड़ी पर टंगे हो सलमान न्यारा. बदरा बदरा काला काला आसमान की छाती पर टोल रहे बदवारा. बिचूरी धन के पते में कब कांबे नाचे कोई किशोरी जाए जोम जोम जाए എന്നല്ല ജോ नाचे कोई किशोरी जाए
മോളെ ഒന്നുകൂടി. നാച്ചേ കോയി കിശോരി ജ്യോ ദിയ. നാച്ചേ കോയി കിശോരി ജ്യോം എന്നാണ്. ജ്യോം. नाचे कोई किशोरी ज्यों धरती की पायल बारे प्यारा प्यारा कितना प्यारा प्यारा बदरा बर्रा अंबर प्यारा चंदा तारा प्यारा प्यारा पर्वत नदी समंदर तारा नाल पोकर प्यारा ये जग सारा. ഓക്കെ, സ്പീഡിൽ പോകുന്നുണ്ട്, പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ അങ്ങ് വായിച്ചു പോയെന്ന് തോന്നുന്നു അല്ലേ ദിയ? ക്ലിയർ ആയിട്ട് നോക്കാതെ സ്പീഡ് പോകുന്നോണ്ട് ചില വാക്കുകൾ തെറ്റിച്ചിട്ടാണ് വായിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് എന്തോ തെറ്റിച്ചു? പ്യാര പ്യാര പർവ്വത് നദി സമന്ദർ താൽ തലയ്യ നാലേ പോഖർ പ്യാരായേ ജഗസാര. ഓക്കെ ദിയ? ഓക്കെ, അൻമരിയ റെഡിയാണോ നമ്മളെ വായിക്കാൻ? ആ കവിത ഒന്ന് വായിച്ചേ. ഓക്കെ മിസ്. ഓക്കെ, वर्ड 6 प्यारा प्यारा कितना प्यारा. चंदा चंदा चमचम प्यारा चंदा तेरे उजाले से चमका घर अंगनारा. तारा तारा टिम टिम तारा जैसे नीली नीली सांडी पर टंका हो सलमा न्यारा. बदरा बदरा काला काला आसमान की छाती पर डोल रहा मतवाला. बिजुरी घन के पर्दे में कांबे नाचे कोई किशोरी ज्यो चांदी की पायल बांधे. प्यारा प्यारा कितना प्यारा प्यारा बदरा बरका अंबर प्यारा चंदा तारा प्यारा प्यारा पर्वत नदी समंदर ताल तलैया नाले पोकर प्यारा ये जग സാര. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് എല്ലാവർക്കും വായിക്കാനാവുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാത്? അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട കവിതയാണ് കേട്ടോ. ബൈ ഹാർട്ട് പഠിക്കുക സമയം കിട്ടുമ്പോൾ. അത് ഒരു ദിവസം ഒരു 3 ലൈൻ വെച്ചിട്ട് പഠിച്ചാൽ മതി. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? എല്ലാവരും കേട്ടായിരുന്നോ നേരത്തെ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വേർഡ് മീനിങ് ഒന്ന് എഴുതാൻ. ശബ്ദാർത്ഥ വേർഡ് മീനിങ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ശബ്ദാർത്ഥ അതൊന്ന് നോട്ടിലേക്ക് എഴുതുക. വേർഡ് മീനിങ് എഴുതിയാ പോരാ, എന്ത് ചെയ്യാ നിങ്ങള്? വേർഡ് മീനിങ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. വേർഡ് മീനിങ് എന്താണ്, അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി വെക്കണം, എന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മിസ് പറഞ്ഞു. നേരത്തെ എല്ലാവരും ഒന്നും ഉണ്ടായില്ല, പകുതി പേര് കുറച്ച് ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയി അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ഓർമ്മയുണ്ടോ? നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയേ ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ചന്ദ കെ ഉജാലെ സെ ക്യാ ഹുവാ. എന്താണ് ക്വസ്റ്റ്യൻ? ചന്ദ കെ ഉജാലെ സെ ക്യാ ഹുവാ. എന്താ അതിന്റെ അർത്ഥം? മീനിങ് എന്താ വരുക? ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് മാറ്റം വരുന്നത്? നമ്മൾ തുടക്കത്തിൽ തന്നെ കവിതയിൽ പറയുന്നുണ്ട്. എന്താണ് ആദ്യത്തെ 3 ലൈൻസ് നോക്കിയേ. ചന്ദ ചന്ദ ചംചം പ്യാര ചന്ദ തേരെ ഉജാലെ സേ ചംകാ ഘർ അങ്കനാര. ഘർ അങ്കനാര ചംകാ ഹേ അല്ലേ? വീടിന്റെ മുറ്റം തിളങ്ങി കാണുന്നു അല്ലേ? ലൈറ്റ് കാണില്ലേ ചന്ദ്രനുള്ള സമയത്ത്, നിലാവുള്ള സമയത്ത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ചന്ദക്കെ ഉജാലെ സേ ക്യാ ഹുവാ. ചന്ദക്കെ ഉജാലെ സേ ക്യാ ഹുവാ എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, എന്താണ് സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ ആൻസർ? ഘർ കാ ആംഗൻ ചംകാ ഹേ. വീടിന്റെ മുറ്റം തിളങ്ങി കാണുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താര കൈസ ലഗ്താ ഹേ. എങ്ങനെയാണ് സ്റ്റാർസിനെ കാണുവാൻ സാധിക്കുന്നത്? ഏതുപോലെ എന്ന് കവിതയിൽ പറയുന്നുണ്ടല്ലോ, ടിം ടിം അല്ലേ? താര ടിം ടിം ലഗ്താ ഹേ. മിന്നി തിളങ്ങുന്നു. താര ടിം ടിം
ലഗ്താ ഹേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താര കൈസ ലഗ്താ ഹേ. സ്റ്റാർസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? എങ്ങനെയാണ്? താര ടിം ടിം ലഗ്താ ഹേ. ഓരോ ക്വസ്റ്റ്യന്റെയും മീനിങ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ഭദ്ര. ഭദ്ര മീൻസ് ബാദൽ, മേഘം. കൈസേ ഢോൽത്താ ഹേ. എങ്ങനെയാ അത് മേഘത്തിൽ എങ്ങനെയാണ് ഇടി ഉണ്ടാവുന്നത്? ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കവിതയിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ബാദൽ, ഭദ്ര, കൈസേ ഢോൽത്താ ഹേ. അത് മൂന്നാമത്തെ പാരഗ്രാഫിലതാ 3 വരി. ഭദ്ര ഭദ്ര കാല കാല ആസ്മാൻ കി ഛാത്തി പർ ഡോൽ രഹാ മത്വാല. ആകാശമാകുന്ന മാറിടത്തിൽ, ആ നെഞ്ഞില് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് അവിടുന്നാണ് ശബ്ദം വരുന്നത് അല്ലെ? അങ്ങനെയാണ് ഇടി ഉണ്ടാകുന്നത് കാർമേഘത്തിൽ അല്ലെ? ആസ്മാൻ കി ഛാത്തി പർ ഡോൽത്താ ഹേ. നെക്സ്റ്റ്, बिजली की चांदी की पायल बांधकर नाचने वाली लड़की क्यों कहा गया है? എന്താണ് അതിന്റെ മീനിങ്? ബിജലിക്കോ. ബിജലി എന്ന് പറഞ്ഞാൽ മിന്നൽ. വേറൊരു മീനിങ് മിസ് പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ? മിസ് ഫെയ്ത്ത് പറഞ്ഞു ഫെയ്ത്തിന് കയറാൻ പറ്റുന്നില്ലെന്ന്. എന്താ കാരണം? അറിയില്ല, കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതെയാ, എന്താണാവോ? ഫെയ്ത്ത് ഇവിടെ എവിടെയില്ല. ഫെയ്ത്ത് കുറച്ച് വന്നായിരുന്നു, പിന്നെ വീണ്ടും പോയതാണ്. ഓക്കെ, മിസ് പറഞ്ഞ കേൾക്കുന്നില്ലേ? സ്റ്റക്കായോ? മിസ് പറഞ്ഞ കേൾക്കാമോ? അൻമരിക്ക് കേൾക്കാമോ? യെസ്. ഷോണി ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്തു, രാജഗിരിയിൽ നിന്ന് നിങ്ങൾ ഇവിടത്തേക്ക് വന്നോ? അത് നല്ലത്. ആകെ 4 പേരല്ലേ ഉള്ളൂ. നമുക്ക് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാം. എന്തേ? മാസ്കും ധരിച്ചിട്ട് സാമൂഹിക അകലം പാലിച്ച് അതാണ് നല്ലത്. രാജഗിരിയിൽ 1ാമത് റേഞ്ച് ഇല്ല. അത്രക്കെല്ലാം മോശം നാടാ അത് രാജഗിരി. ഫെയ്ത്തിന്റെ അഡ്രസ് ഇല്ല. ക്ലാസ്സിലുള്ള എല്ലാവരും രാജഗിരിക്കാരാണ്. അതാ പറഞ്ഞത് ഞാൻ, രാജഗിരിക്കാരെല്ലാം കൂടി പാഠശാലയിലേക്ക് വന്നോളൂ. ആകെ അത്രല്ലേ പേരില്ല. അതുകൊണ്ട് സാമൂഹിക അകലം പാലിച്ച് ക്ലാസ് എടുക്കുന്നത് നല്ലത്. കാരണം നിങ്ങളെ മുഴുവനായിട്ട് മുഖം ഒന്ന് കണ്ടു കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് മിസ്സിന്. കുറച്ച് കഴിയുമ്പോ എല്ലാം പോവും. ദിയല് ഇപ്പൊ ഇരിക്കുന്നുണ്ട്, എപ്പോഴാ മിസ്സാവെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നോക്ക്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബിജലിക്കോ. ബിജലി എന്നുള്ളതിന് 2 അർത്ഥം പറഞ്ഞില്ലേ മിസ്? 2 മീനിങ്. ഏതൊക്കെയാ മീനിങ്? ബിജലി, രാജഗിരിക്കാർ പോയി അല്ലേ? ബിജലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്? ബിജലിന്റെ മീനിങ് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞെന്നേ. അതിന് കേട്ടോ അല്ലേ? കുറച്ച് കേൾക്കും, അപ്പൊ കേട്ടോ. ബിജലിന്റെ മീനിങ് ഓർമ്മയുണ്ടോ? മിന്നൽ, അതുപോലെ വൈദ്യുതി. അപ്പൊ ഇവിടെ ഏത് മീനിങ് ആണ്? മിന്നല് കേട്ടോ. ബിജുരി, ബിജലി എന്ന് പറഞ്ഞാൽ മിന്നൽ എന്ന അർത്ഥമാണ്. വേറൊരു മീനിങ് പറഞ്ഞത് വൈദ്യുതി എന്ന അർത്ഥവും ബിജലിക്കുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് മീനിങ്? ബിജലി കോ ചാന്ദി കി പായൽ ബാന്ധകർ നാച്നെ വാലി ലഡ്കി ക്യോ കഹാ ഗയാ ഹേ? 4th one question എന്താണ്? മിന്നലിനെ ചാന്ദി കി പായൽ, ചാന്ദി കി പായൽ എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ പാദസരം അണിഞ്ഞ, ബാന്ധകർ നാച്നെ വാലി ലഡ്കി, ആ പാദസരം അണിഞ്ഞു വന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ എന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞല്ലോ?
കവിതയിലുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? 4ാമത്തെ പാരഗ്രാഫിൽ പേജ് നമ്പർ 21 പേജ് നമ്പർ 21 4ാമത്തെ മിന്നലിന്റെ തൊട്ട് താഴെ തന്നെ, പിക്ചർ താഴെ തന്നെ 3 ലൈൻസ്. ബിജുരി ഘൻ കെ പർദേ മേ കാംബേ നാച്ചേ കോയി കിശോരി ജോ ചാന്ദി കി പായൽ ബാന്തേ. എന്തുകൊണ്ടാണ്? ബിജുരി ഘൻ കെ പർദേ മേ കാംതേ ഹേ. മിന്നൽ എന്താ ചെയ്യുന്നത്? മേഘമാകുന്ന ആ പർദ്ദക്കുള്ളിൽ, പർദ്ദ മീൻസ് കർട്ടൻ കേട്ടോ, അല്ലാതെ മുസ്ലിംസ് ധരിക്കുന്ന ആ ഡ്രസ്സിനെ അല്ല പർദ്ദ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിന്ദിയിൽ പർദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? കർട്ടൻ എന്ന അർത്ഥമുണ്ട്. തിരശീല, കർട്ടൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം? കാർമേഘമാകുന്ന ആ പർദ്ദയ്ക്കുള്ളിൽ, ആ കർട്ടനുള്ളിൽ നിന്ന് വിറയ്ക്കുന്നത് കാണുമ്പോഴാണ് മിന്നലിന് ഏതുപോലെ തോന്നുന്നത്? പാദസരം അണിഞ്ഞു വന്ന ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നോന്ന് തോന്നാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, ക്യാ ക്യാ പ്യാരാ ലഗ്താ ഹേ. എന്തൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടം, നല്ല മനോഹരമായി തോന്നുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? അത് ലാസ്റ്റത്തെ 2 പാരഗ്രാഫിൽ വരുന്ന, ആ കവിതയിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? പ്യാരാ പ്യാരാ കിത്തനാ പ്യാരാ. കിത്തനാ പ്യാര, എത്ര മനോഹരം, എത്ര സ്നേഹമുള്ളതാണ്. എന്തൊക്കെ? ഭദ്ര, ബർഖ. ബർഖ മീൻസ് റെയിൻ, മഴ. ഭദ്ര എന്ന് പറഞ്ഞാല് ക്ലൗഡ്, മേഘം. ബർഖ റെയിൻ, മഴ. അംബർ ആകാശം. പ്യാര ചന്ദ താര. പിന്നെ നെക്സ്റ്റ് മൂൺ, സ്റ്റാർസ് അല്ലെ, ചന്ദ്രൻ, അതുപോലെ നക്ഷത്രങ്ങള്. പിന്നെന്താണ് പ്യാരായി തോന്നുന്നത്? പ്യാര പ്യാര. പിന്നെ വേറെന്താ? പർവ്വത് അല്ലെ. നെക്സ്റ്റ് നദി. വേറെന്തുണ്ട്? സമന്തർ. എന്താ സമന്തർ എന്ന് പറഞ്ഞാല്? സമുദ്രം അല്ലെ. നെക്സ്റ്റ് താല് തലയ്യ. താല് തലയ്യ എന്ന് പറഞ്ഞാൽ താലാബ്, കുളം. നെക്സ്റ്റ് നാലേ പോഖർ, തോടുകള് അല്ലേ. ഇതൊക്കെയാണ് പ്യാരാ ഏ ജഗ് സാര, ഈ ഭൂമിയിൽ മുഴുവൻ നല്ല മനോഹരമായി കാണുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാ ഒന്നും കൂടി പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. കവിതയിൽ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു തന്നെ എന്തൊക്കെയാണെന്ന്. ഭദ്ര അല്ലേ, ഭദ്ര. എന്താ ഭദ്ര എന്ന് പറഞ്ഞാല് മീനിങ്? ഭദ്ര ക്ലൗഡ്, മേഘം അല്ലേ. ബർഖ, ബർഖ എന്ന് പറഞ്ഞാല് ബർഖ റെയിൻ, മഴ. അംബർ, അംബർ എന്ന് പറഞ്ഞാലും ആകാശം എന്നുള്ള പര്യായ പദത്തിൽ പെടുന്നതാണ് അംബർ, ആകാശം. പ്യാര ചന്ദ താര. എന്താ ചന്ദ പറഞ്ഞാല്? ചാന്ത്, ചന്ദ്രൻ. താര പറഞ്ഞാല് സ്റ്റാർസ്. നെക്സ്റ്റ് അതുപോലെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പ്യാര പ്യാര എന്തൊക്കെ? പർവ്വത്, നദി, സമന്തർ. നെക്സ്റ്റ് താൽ തലയ്യ. അതിന് വേറൊരു വേർഡ് നിങ്ങൾക്ക് എന്ത് എഴുതാം? താലാബ് കേട്ടോ. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? താലാബ്. നെക്സ്റ്റ് നാലേ പോഖർ, നാല. നാല മീൻസ് തോട്. ഇതൊക്കെയാണ് ഈ ഭൂമിയിലെ മനോഹരമായിട്ടുള്ളവ. അപ്പോ 5 ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഉള്ളത് കേട്ടല്ലോ. നെക്സ്റ്റ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറഞ്ഞു തരാം. പങ്ക്തിയാം പൂരി കീജിയെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അത് ടെക്സ്റ്റിലാണ് ചെയ്യേണ്ടത്. പങ്ക്തിയാം പൂരി കീജിയെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താര താര ഡാഷ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? ടിം ടിം താര. താര താര ടിം ടിം താര. നെക്സ്റ്റ് ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡാഷ്
സാഡി പർ. എന്താണ്? ജൈസേ നീലി സാഡി പർ. ടങ്ക ഡാഷ്. എന്താണ്? ടങ്ക ഹോ സൽമാന്യാര. എന്താ അതിന്റെ മീനിങ്? സ്റ്റാർസുകളെ, മിന്നിത്തിളങ്ങുന്ന സ്റ്റാറുകളെ കാണുമ്പോൾ ഏതുപോലെ കാണപ്പെടുന്നു? നീല സാരിയില്, നീലാകാശത്തിന്റെ നീല സാരി പോലെയും അതിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ട ഒരു മനോഹരമായ വിചിത്രമായ കാഴ്ച പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് സ്റ്റാർസിനെ കാണാൻ സാധിക്കുന്നത്. നീല സാരി ഉദ്ദേശിക്കുന്നത് നീലാകാശം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ഡൗട്ട് ഉണ്ടോ? നോ. മിസ്സേ, ശ്രീകുട്ടി മിസ്, പ്ലീസ് കം. മൊത്തം പോയല്ലോ. ഇല്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ മോനെ പറയുന്നത്? ഓക്കെ. അപ്പോ 3 ലൈൻസ് ആ വിട്ട ഭാഗത്ത് എന്ത് ചെയ്യാൻ? നിങ്ങൾ അത് പൂരിപ്പിക്കുക. ടെക്സ്റ്റിൽ എഴുതിയിട്ട് മിസ്സിനൊന്ന് അയച്ചു തരണേ. കുറെ ദിവസം എടുക്കാൻ പാടില്ല. വേഗം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ എഴുതി അയച്ചു തരിക. താര താര ടിം ടിം താര. നെക്സ്റ്റ് വരിയിലെ ജൈസേ നീലി എന്ന് ചേർക്കുക. ജൈസേ നീലി സാഡി പർ. ടങ്ക അവിടെ കൊടുത്തിട്ടുണ്ട്, ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? ടങ്ക ഹോ സൽമാന്യാര. ഓക്കെ, അത് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതുമ്പോ ആ കവിതയിൽ നോക്കി, അല്ലെങ്കിൽ മിസ് ഗ്രൂപ്പിലിട്ട് അത് നോക്കി തെറ്റാതെ തന്നെ എഴുതിയെടുക്കുക. ശ്രദ്ധിച്ച് എഴുതണേ, അക്ഷരങ്ങൾ തെറ്റാതെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒന്നുകൂടി മിസ് നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയാണ്. ബിജുരി ബാദലോം കെ ബീച്ച് കൈസി ലഗ്തി ഹേ അപ്നെ ശബ്ദോ മേ ലിഖിയേ. എന്താണ് ബിജുരി? ബിജുരി മീൻസ് ബിജലി, മിന്നല്. ബാദലോം കെ ബീച്ച്, എങ്ങനെയാണ് മേഘങ്ങളുടെ ഇടയില് മിന്നലിനെ കാണുവാൻ സാധിക്കുന്നത് എന്ന് സ്വന്തം ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയിൽ അപ്നെ ശബ്ദോ മേ ലിഖിയേ എഴുതിയാലും. സ്വന്തം ഭാഷയിൽ എഴുതണം എന്ന് പറഞ്ഞാല് ഇപ്പൊ മിസ്സിന് അതിന് അതിന്റെ ആൻസർ എഴുതി തരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഭാഷയിൽ സ്വന്തമായിട്ട് എഴുതണം. അതിന് മിസ് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 4ാമത്തെ പാരഗ്രാഫ്, ആ മിന്നലിന് താഴെ വരുന്ന 4ാമത്തെ പാരഗ്രാഫിൽ വരുന്ന 3 ലൈൻസിലുണ്ട് അതിന്റെ ആൻസർ. അത് നിങ്ങളുടെ ഭാഷയിൽ സ്വന്തമാക്കി സെന്റൻസ് ആക്കി എഴുതുക. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്ന 3 ലൈൻസ്? ബിജുരി ഘൻ കെ പർദേ മേ കാംഭേ നാച്ചേ കോയി കിശോരി ജോം ചാന്ദി കി പായൽ ബാന്തേ. മിന്നലിനെ മേഘമാകുന്ന കാർമേഘമാകുന്ന കർട്ടനുള്ളിൽ നിന്ന് വിറയ്ക്കുന്നത് കാണുമ്പോൾ എന്തുപോലെ തോന്നുന്നുണ്ട്? ഏതോ ഒരു പെൺകുട്ടി വെള്ളി പാദസരം അണിഞ്ഞു വന്ന് ഡാൻസ് ചെയ്യുന്ന, നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ 3 വരി എന്ത് ചെയ്യുക? സ്വന്തം ഭാഷയിൽ സ്വന്തമായിട്ട് സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. ആ 3 ലൈനാണ് എഴുതേണ്ടത് കേട്ടോ. അത് മാറ്റിയിട്ട് എഴുതുക സെന്റൻസ് ആക്കിയിട്ട്. ബിജുരി ബാദലോം കെ ബീച്ച് കൈസി ലഗ്തി ഹേ. മിന്നല് മേഘങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് കാണുന്നത്? അത് അപ്നെ ശബ്ദോ മേ ലിഖിയേ, സ്വന്തം ഭാഷയിൽ എഴുതുക. 4ാമത്തെ ക്വസ്റ്റ്യൻ, സാരാ ജഗ് പ്യാരാ ക്യോം ലഗ്താ ഹേ. സാരാ ജഗ് പ്യാരാ ക്യോം ലഗ്താ ഹേ. ഈ ലോകം മുഴുവനും നല്ല മനോഹരമായ കാഴ്ചകൾ ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം?
ബഹുത്ത് സുന്ദർ ഹേ, വളരെയധികം മനോഹരമായ കാഴ്ച തന്നെ എന്നല്ല നമ്മൾ പറയുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാ? നദി, പർവ്വതം, സമുദ്രം, കുളം, തോട് ഇതൊക്കെ കാണുമ്പോ പ്യാര. പ്യാര മീൻസ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. പ്യാര, മനോഹരമായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം? അത് ആ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നു അല്ലെ? മനസ്സിന് അതായത് ഹാപ്പി ലഭിക്കും, സന്തോഷം ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് കവിതക്കോ യാദ് കർക്കെ കക്ഷാമേ സുനായിയേ. അത് നേരത്തെ പറഞ്ഞതിന് എന്താണ്? ഈ കവിത ബൈ ഹാർട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നിന്ന് കേൾപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ അവിടുന്ന് കേൾപ്പിച്ചു തരിക പഠിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ലെസൺ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, നോ, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഒരു സംശയം വന്നു പോയാൽ അപ്പോൾ തന്നെ അത് സംശയം തീർത്തിട്ട് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവുക. ഓക്കെ, അടുത്ത ലെസൺ എടുക്കാൻ സമയമില്ലല്ലോ അല്ലേ? ആൻമരിയ മിസ് പറഞ്ഞ കേൾക്കാമോ? ഷോൺ ഓക്കെ, ആൻമരിയ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നോട്ടിലേക്ക് ഒന്ന് ചെയ്തു വെക്കണേ. അതായത് എഴുതിയവര് വേണ്ട, എഴുതാത്തവര്. ഏതൊക്കെ? വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ. ബാക്കിയുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടെക്സ്റ്റിൽ എഴുതുക. പിന്നെ അതിൽ വരുന്ന മിസ് ക്വസ്റ്റ്യൻ ആൻസർ വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടോ? ഞാൻ അത് ഇവിടുന്ന് സെൻഡ് ആയില്ല, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് വന്നില്ല. ഇവിടുന്ന് നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് അതെങ്ങനെ സെൻഡ് ആവുന്നില്ല. അത് വരും, വന്നു കഴിഞ്ഞാൽ അത് നോക്കി എഴുതിക്കോ. പിന്നെ അതുപോലെ മൂന്നാമത്തെയും നാലാമത്തെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതണം. ഇപ്പൊ പറഞ്ഞേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മിസ് അത് തിരുത്തി പറഞ്ഞുതരാം. क्वेश्चन नंबर 3, बिजली बादलों के बीच कैसी लगती है, अपने शब्दों में लिखिए എന്നതിന്റെ ആൻസറും, അതുപോലെ നാലാമത്തെ സാരാ ജഗ് പ്യാര ക്യോം ലഗ്താ ഹെ എന്നതിന്റെ 3, 4 ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് എഴുതുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എക്സാമിന് റെഡി ആവുകയാണോ അല്ല ഇത് കവിത ബൈ ഹാർട്ട് പഠിക്കുകയാണോ? എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി അടുത്ത സാറ്റർഡേ ആണ് ഹിന്ദി ക്ലാസ് എന്ന് വെച്ചിട്ട് അതുവരെ ഒന്നും ഹിന്ദി ടെക്സ്റ്റ് നോട്ടൊന്നും വായിക്കാതിരിക്കല്ലേ. എല്ലാ ദിവസവും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, എന്നാൽ മാത്രമേ അതിലെ വാക്കുകളൊക്കെ കാണാതെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഹിന്ദി ഉള്ളൂ എന്ന് വെച്ചാൽ അത് മടക്കി വെച്ചേക്കരുത്. അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? മൻമന്ത്രിതല ലെസൺ എക്സാമിന് റെഡി ആവുകയാണോ അതോ പ്യാര പ്യാര കിതന പ്യാര എന്നുള്ള കവിത ബൈ ഹാർട്ട് പഠിക്കുകയാണോ? എന്താ ചെയ്യുന്നത് പറഞ്ഞോളൂ. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കും. എന്താണ് പറഞ്ഞോ? ഷോൺ എന്താ താല്പര്യം പറഞ്ഞോ? എന്താ ചെയ്യുന്നേ? കവിത ബൈ ഹാർട്ട് പഠിക്കുകയാണോ അതോ 5ാമത്തെ ലെസൺ എക്സാമിന് ഫുൾ ആയിട്ട് പഠിച്ചിട്ട് വരുന്നോ? മിസ് ഫുൾ എന്ന് പറഞ്ഞ വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ടോ എക്സാമിനാ? ആ, വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അതിൽ എന്തുണ്ടോ അതൊക്കെ. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്സ്, വിലോമ ശബ്ദ്. അന്ന് അത് വേണ്ടാന്നാ? അത് എപ്പോഴായാലും പഠിക്കണ്ടേ? പഠിച്ചോളാം. അല്ല ബൈ ഹാർട്ട് പഠിക്കുന്ന കവിത
കവിത വേണ്ട അല്ലേ? പഠിക്കാൻ വിഷമൊന്നുമില്ല, ഒരു 3 പേര് ദിവസം വെച്ച് പഠിച്ചൂടെ? ആൻമരിയ മിസ് പറഞ്ഞ കേൾക്കാമോ? നീ 5ാമത്തെ ലെസൺ പഠിക്കാനുള്ള ഉറപ്പ് വന്നു അല്ലേ? എക്സാമിന് റെഡി ആയിട്ട് ഓക്കെ. മറന്നേക്കല്ലേ ആൻമരിയ? 5ാമത്തെ ലെസൺ അടുത്ത ക്ലാസ്സിലേക്ക് എക്സാമിന് റെഡി ആയിട്ട് വരികയാണോ അതോ 6ാമത്തെ ലെസൺ കവിത ബൈഹാർട്ട് പഠിക്കുകയാണോ ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിലേക്ക്, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്? പോയം ഫുള്ള് പഠിക്കണം. ആ പോയം ഫുള്ള് പഠിക്കണം, പഠിക്കുന്നുണ്ട് ഫുള്ള് പഠിക്കണം. ഏതാ എളുപ്പം? വേഗം പറഞ്ഞോ. ആൻമരിക്ക് എന്താ തോന്നുന്നത്? 5ാമത്തെ ലെസൺ എക്സാമിന് റെഡി ആയിട്ട് വരുന്നോ? എക്സാമിന് റെഡി ആകുമ്പോ പോയമാണോ സിമ്പിള്? ഇനി പോയമായാലും നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്, എപ്പോഴായാലും പഠിക്കണം. 5ാമത്തെ ലെസണും പഠിക്കണം, എല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അടുത്ത ആഴ്ചത്തേക്ക് ഏതാണ് പഠിച്ച് റെഡിയായി വരുന്നത്? 5ാമത്തെ ലെസൺ ടീച്ചർ സിമ്പിൾ പോയം പഠിക്കണമെങ്കിൽ നല്ലോണം ദിവസം വേണം. നല്ലോണം ദിവസം വേണം. 6 ദിവസം ഒന്നും പോരാ അല്ലേ? 5. ആൻമരിയും അതന്നെയാ പറഞ്ഞ 5ാമത്തെ ലെസൺ എക്സാമിന് റെഡി ആയിട്ട് വരും അല്ലേ? എക്സാമിന് റെഡി ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ മീനിങ് മാത്രമല്ല, കേട്ടോളൂ ഒന്നുകൂടി പറഞ്ഞുതരാം. ശബ്ദാർത്ഥ വേർഡ് മീനിങ് മാത്രമല്ല, ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ അതിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചു തന്നത് അതിലൊക്കെ വിലോമ ശബ്ദ ഓപ്പോസിറ്റ് വേർഡ്സ്, മാച്ച് ദി ഫോളോവിങ്, അതുപോലെ വാക്യ ശുദ്ധ കീജിയെ, കറക്റ്റ് ദി സെന്റൻസസ്, അതൊക്കെ റെഡി ആയിട്ട് വരണം. കേട്ടോ? ഓക്കെ ഓക്കെ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക കേട്ടോ, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കോ. ഓക്കെ ഓക്കെ ബൈ. ദിയ അവരാരും വന്നില്ല അല്ലേ?